ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 3 തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ്. അപ്പോൾ ഇനി നമ്മൾ 3ാമത്തെ യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3ാമത്തെ യൂണിറ്റ് എന്താണ്? തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള എല്ലാ യൂണിറ്റും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 3ാമത്തെ യൂണിറ്റ് നോക്കാം. യൂണിറ്റ് 3 തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ്. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമുക്ക് നോക്കി നോക്കാം. സ്പോർട്സ് ഫെസ്റ്റ്. അപ്പോൾ എന്താണ് സ്പോർട്സ് ഫെസ്റ്റ് ആണ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. വെൽക്കം ടു ദ സ്പോർട്സ് ഫെസ്റ്റ് അറ്റ് പൂമല ഫോറസ്റ്റ്. ഓൾ കോണ്ടസ്റ്റൻസ് പ്ലീസ് കളക്ട് യുവർ ചെസ് നമ്പേഴ്സ്. ദ 15 athletes starting with numbers 986. Please get ready for a long jump event. അപ്പോൾ എന്താണ് പൂമല ഫോറസ്റ്റിൽ എന്താണ് ഒരു സ്പോർട്സ് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് അവിടെ ലോങ് ജമ്പിന് എല്ലാ കണ്ടസ്റ്റൻസിനോടും റെഡി ആവാൻ വേണ്ടി പറയാണ്. ചെസ് നമ്പർ എവിടുന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 986, അതായത് 986 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. റൈറ്റ് ദ ചെസ് നമ്പർ ഓഫ് ദ കണ്ടസ്റ്റൻസ് ഫോർ എ ലോങ് ജംപ് ഈവൻറ്റ്. അപ്പോൾ ഈ ലോങ് ജംപ് ഈവൻറ്റിനുള്ള കണ്ടസ്റ്റൻസിൻ്റെ ചെസ് നമ്പർ എഴുതാനാണ്. അപ്പോൾ 986 കഴിഞ്ഞ ഏതാണ്? 987, then 988, then 989, 990. ഈ 990 കഴിഞ്ഞ ഏതാണ്? 991, 992, 993, 994, 995. ഇനി അത് കഴിഞ്ഞാലോ 996, 997, 998, 999 and last one 999 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാണ്? ഇത് ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പറാണ്. പിന്നെ അടുത്തത് 4 ഡിജിറ്റ് നമ്പറാണ്. ഏതാണ്? 1000. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. ഇനി എന്താണ് ഒരു റാബിറ്റ് ഓടി വരുന്നുണ്ട്. മീ ടു, എന്താണ് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ്. യുവർ നമ്പർ ഈസ് 1001. യുവർ നെയിം ഇസ് നോട്ട് ഇൻ ദ ലോങ് ജംപ് ലിസ്റ്റ്. അപ്പോൾ നിൻ്റെ നമ്പർ എന്താ? 1001 ആണ്. 1000 and 1 ടുഗെദർ മേക്ക് 1001. അപ്പോൾ എന്താണ് 1000ൻ്റെ കൂടെ 1 കൂടി ചേർത്താലാണ് എന്ത് വരിക? 1001 വരിക. ഓക്കെ, അപ്പോൾ നിൻ്റെ നമ്പർ 1001 ആണെന്ന് പറയാണ്. ഓപ്സ്, നൗ ദ നമ്പർ ആർ ജംബിൾഡ്. ക്യാൻ യു ഹെൽപ്പ് മീ പുട്ട് ദം ഇൻ ഓർഡർ. അപ്പോൾ എന്താണ് ഓർഡറിലാക്കാനാണ് പറയുന്നത്. അപ്പോൾ 1002, 1003, 1004 തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതാവും? 1005, then 1006, 1007, 1008, 1009, 1010 and 1011 and ലാസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് 1012. ഓക്കെ, അപ്പോൾ എന്താണ് 1000ൻ്റെ കൂടെ 1 ചേർത്ത് 1001 കിട്ടും. പിന്നെ 1001, 1002, 1003, 1004 പറഞ്ഞിട്ട് അങ്ങനെ പോവും. ഓക്കെ, ഇനി അടുത്തത് എന്താ? അനൗൺസ്മെൻറ്റ്. അപ്പോൾ അനൗൺസ്മെൻ്റ് ആണ് അടുത്തത്. ദ ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് ദ കണ്ടസ്റ്റൻസ് ഫോർ മഞ്ചാടി കളക്ഷൻ. ഇറ്റ് മസ്റ്റ് ബി ഫിൽഡ് ഫോർ ദ അനൗൺസ്മെൻറ്റ്. ക്യാൻ യു ഹെൽപ്പ് കുട്ടൻ എലഫൻറ്റ്. അപ്പോൾ കുട്ടൻ എലഫൻ്റ് ആണ് എന്ത് അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ എന്താണ് അതിന് കുട്ടൻ എലഫൻറ്റിന് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്? ഇത് എത്രയാണ്? 879. അപ്പോൾ ഇത് എത്രയാണ്? ഇത് 879 ആണ്. അപ്പോൾ ഇത് എത്ര വരും? 904 വരും. ഇനി അടുത്തതോ 900. കുട്ടികൾ ശരിക്കും പോലെ ഭംഗിയിൽ എഴുതാം കേട്ടോ. ഓക്കെ, 918.
ഇനി അടുത്തതോ 906 എന്ന് വരും. ഇനി അടുത്തതോ 809. ഇനി ഇതെത്ര വരും? 749. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്? എത്രയാണ്? 904, 918, 906, 809, 749. ഓക്കെ, അപ്പോൾ ഇതിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരൊന്ന് ഭംഗിയിൽ എഴുതാം. ഓക്കെ, ഇനി എന്താ? ATM Tittu parent has sponsored some prizes. She needs 760 rupees for it. അപ്പോൾ എന്താണ്? ടിറ്റു പാരറ്റിന് 760 രൂപ വേണം. The ATM in the forest has only 100 rupee note, 10 rupee note ആൻഡ് 1 rupee നോട്ട്. അപ്പോൾ എന്താ? കാട്ടിലെ ATM ആകെ 100 രൂപയുടെ നോട്ട്, ദെൻ 10 രൂപയുടെ നോട്ട്, ദെൻ 1 രൂപയുടെ കോയിന് മാത്രമാണ് ഉള്ളത്. വാട്ട് ഓൾ നോട്ട്സ് ആൻഡ് കോയിൻസ് വുഡ് ഷി ഹാവ് ഗോട്ട്? ഹൗ മെനി ഓഫ് ഈച്ച്? അപ്പോൾ എന്താണ്? ടിറ്റു പാരറ്റിന് 760 രൂപ വേണം. അപ്പോൾ 100 രൂപയും 10 രൂപയും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും? 700ൻ്റെ 700 rupee നോട്ട്, 700 rupee നോക്കിട്ട് വരുമ്പോൾ 700 ആയി. ഇനി എന്താ? 10 rupeesൻ്റെ 6 നോട്ട്, 10 rupee നോട്ട്, 10 rupee നോട്ട് വരുമ്പോൾ 60. അപ്പോൾ ടിറ്റു പാരറ്റിന് ടോട്ടൽ എത്ര കിട്ടും? 760 കിട്ടും. എത്രയാണ്? 700 rupeesൻ്റെ നോട്ടും ദെൻ പിന്നെന്താ? 6 10 rupeesൻ്റെ നോട്ടും. അപ്പോൾ 700 + 60 നമുക്ക് എന്തായി? 760 കിട്ടി. ഓക്കെ, ഇനി എന്താ അടുത്തത്? എ ഗ്രൂപ്പ് ഓഫ് 4 were asked to collect money for food. See how much each got. അപ്പോൾ എന്താണ്? ഫുഡിന് വേണ്ടി കളക്ട് ചെയ്യാണ്. അപ്പോൾ 7, 8, 3. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 100 rupee നോട്ട് 9 ആണ്, ദെൻ 10 rupee നോട്ട് 8 ആണ്, 1 rupee നോട്ട് 3 ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടി? 983 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് 7 rupeeയുടെ 100 നോട്ട് ഉണ്ട്. അപ്പോൾ എത്രയായി? 700 ആയി. പ്ലസ് പിന്നെ എന്താ? 40 10 rupee നോട്ടാണ്. 40 10 rupee നോട്ട് ആകുമ്പോൾ 140 ആവും അല്ലേ? അപ്പോൾ എന്താണ്? 700 പ്ലസ് എന്ത് വരും? 140 വരും. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 840. അതായത് 40 10 rupee നോട്ട് എന്ന് പറഞ്ഞാൽ 40ൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് 785 ആണ്. 785 വരുമ്പോൾ എന്താണ്? എത്ര 100 rupee നോട്ട് ഉണ്ടായിരിക്കും? 7 100 rupee നോട്ട് ഉണ്ടായിരിക്കും, 8 10 rupee നോട്ട് ഉണ്ടായിരിക്കും, 5 1 rupee നോട്ട് ഉണ്ടായിരിക്കും. ഇനി അടുത്തതോ? അടുത്തത് എന്താ? 909 909 ആണ്. അപ്പോൾ 10 rupeeയുടെ നോട്ട് 10 എന്നാണ്. അപ്പോൾ 8 എന്തുണ്ടാവും? 8 100 ഉണ്ടായിരിക്കും, 8 100 800 കിട്ടി. ദെൻ 10 രൂപയുടെ നോട്ട് ഉണ്ടായിരിക്കും, അപ്പോൾ 100 ആയി. ഇനി എത്ര 1 rupeeയുടെ ഉണ്ടായിരിക്കും? 9. അപ്പോൾ ഇതിൻ്റെ കൂടെ 9 കൂടി കൂട്ടിയാൽ 9 0 9. അപ്പോൾ നമുക്ക് എന്തായി? ഈ എമൗണ്ട്, അതായത് 909 909 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് എന്താ? ചക്കി കൈ കളക്റ്റഡ് 785 rupees. വാട്ട് were the ways in which she could have got this? അപ്പോൾ എന്താണ്? ചക്കിക്കൈറ്റ് 785 രൂപ കളക്ട് ചെയ്തു. അപ്പോൾ 785 രൂപ നമുക്ക് ഒരുപാട് വേസിൽ കളക്ട് ചെയ്യാം അല്ലേ? എന്താണ്? 785 1 rupee കോയിനായിട്ട് കളക്ട് ചെയ്യാം, 2 rupee കോയിനായി കളക്ട് ചെയ്യാം, പിന്നെന്താ? മിക്സ് ചെയ്ത് കളക്ട് ചെയ്യാം. 100 rupeesൻ്റെയും 10 rupeesൻ്റെയും ഒക്കെ വെച്ചിട്ട് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ്? ആദ്യത്തെ എന്താ? 700 -10s 5 ones. അപ്പോൾ എന്താണ്? 7 ആയി 5 ആയി. അപ്പോൾ എത്രയായിരിക്കും ടെൻസ്? 8 10s ആയിരിക്കും.
ഇനി നമ്മൾ വൺസിൽ മാത്രം ആക്കുകയാണെങ്കിൽ 1 rupee കോയിൻ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര വേണം? 785 വൺസ് വേണം. ഇനി 700സും എത്ര വൺസും വേണ്ടി വരും? 700സും വൺസും എത്ര വൺസ് വേണ്ടി വരും എന്നാണ് പറയണത്? 85 വൺസ് വേണ്ടി വരും. ഇവിടെ ടെൻസ് ഇല്ലാത്തത് കൊണ്ട് വൺസ് 85 വേണ്ടി വരും. ഓക്കെ, ഇനി എന്താ 78 എന്താണ്? ടെൻസും 5 വൺസും. ഇനി എന്താ? ഇനി 700 പ്ലസ് എത്രയാണ്? 700 ആയി. ഇനി എത്രയാണ്? 8 ടെൻസ് വേണം. 8 ടെൻസ് എന്ന് പറഞ്ഞാൽ 18 ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? 70 ടെൻസും 85 എന്താണ്? വൺസും. ഇനി 600സും ഡാഷ് ടെൻസ് 5 വൺസ് എത്രയാണ്? 80 ടെൻസും 5 വൺസും വേണം. 600 പ്ലസ് 185 വൺസ് വേണം. ഓക്കെ, അപ്പോൾ 65 നമുക്ക് ചെയ്ത് നോക്കാം. 600 പ്ലസ് 185 ചെയ്താൽ നമുക്ക് 5, 8, 7, 785 രൂപ എന്ന് കിട്ടും. റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് ഇൻ ഡിഫറെൻറ്റ് വേസ് ഓഫ് സ്പ്ലിറ്റിംഗ് 909 rupees കളക്റ്റഡ് ബൈ കുഞ്ചൻ രാഹുൽ. അപ്പോൾ എന്താണ് ഈ 909 rupees ഇങ്ങനെ പലതരത്തിൽ കളക്ട് ചെയ്യുന്നത് കൂട്ടുകാർ നോട്ടിലേക്ക് എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും? 909 വൺസ് ആക്കിയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എഴുതാം 909 വൺസ് ആക്കി നമുക്ക് കളക്ട് ആക്കാൻ പറ്റും. ദെൻ 900സും ദെൻ പിന്നെ എന്താ 9 വൺസുമായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് 90 ടെൻസും അതുപോലെ തന്നെ 9 വൺസുമായി കളക്ട് ചെയ്യാൻ പറ്റും. ഈ എല്ലാ രീതിയിലും ഇനിയുണ്ട്. ഈ എല്ലാ രീതിയിലും നമുക്ക് 909 എന്ന് പറയുന്ന എമൗണ്ടിനെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കൂട്ടുകാർ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഇനി എന്താ? ഈറ്റിംഗ് കോൺടെസ്റ്റ്. അപ്പോൾ അടുത്തത് എന്താ? ഒരു ഈറ്റിംഗ് കോൺടെസ്റ്റൻ്റ് ആണ്. മല്ലൻ എലഫൻറ്റ് ഈസ് മേക്കിംഗ് ബണ്ടിൽസ് ഓഫ് ഷുഗർ കെയിൻ ഫോർ ദ ഈറ്റിംഗ് കോൺടെസ്റ്റ്. അപ്പോൾ ഈറ്റിംഗ് കോൺടെസ്റ്റിന് വേണ്ടിയിട്ട് മല്ലൻ എലഫൻറ്റ് എന്താണ്? ബണ്ടിൽസ് ഓഫ് ഷുഗർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഹാസ് മെയ്ഡ് 20 ബണ്ടിൽസ് ഓഫ് ഈച്ച് 100 ഈച്ച്. അപ്പോൾ എന്താണ്? 20 ബണ്ടിൽസ് ഉണ്ടാക്കി. എന്താണ്? 20 ബണ്ടിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോന്നിലും 100 എണ്ണം വീതം ഉണ്ട്. ഓക്കെ, ഇനി എന്താ? ജിംബൻ ജിറാഫ്, ബാലു ഡിയർ ആൻഡ് ഡിങ്കു മങ്കി അഗ്രീ ടു ക്യാരി ദ ഷുഗർ കെയിൻ ബണ്ടിൽസ് ടു ദ സ്പോട്ട്. ഹൗ മെനി ബണ്ടിൽസ് ഡിഡ് ഈച്ച് ക്യാരി? അപ്പോൾ എന്താണ്? നമ്മുടെ ബാലു ബിയറും ഡിങ്കു ഡോങ്കിയും ജിംബു ജിറാഫും പറഞ്ഞ് ഞങ്ങളിത് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എത്ര ബണ്ടിൽസ് ആയിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക? അപ്പോൾ 6 ബണ്ടിൽസ് വരുമ്പോൾ ഒന്നിൽ എത്ര എന്നാ പറഞ്ഞത്? ഒന്നിൽ 100 ആണ്. ഇവിടെ ഏതാ? ഒന്നിൽ 100. അപ്പോൾ 6 എണ്ണത്തിൽ വരുമ്പോഴോ 600, 5 എണ്ണത്തിൽ വരുമ്പോൾ 500, 4 എണ്ണത്തിൽ വരുമ്പോൾ 400, 2 എണ്ണത്തിൽ വരുമ്പോൾ 200. അപ്പോൾ 6 എണ്ണത്തിൽ വരുമ്പോൾ എത്രയാണ്? 600. 10 എണ്ണത്തിൽ വരുമ്പോഴോ 10 എണ്ണത്തിൽ വരുമ്പോൾ 1000. ഓക്കെ, 1000 മീൻസ് 1000. അപ്പോൾ ഇനി ഡോങ്കി എത്രയാണ്? ടോട്ടൽ 20 ബണ്ടിൽസ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ എത്രയാണ്? 10ഉം 6ഉം 10 + 6 16. അപ്പോൾ ടോട്ടലായ 20ൽ നിന്ന് 16 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 4 കിട്ടും. അപ്പോൾ ഇനി എത്ര ബണ്ടിൽസ് കൊണ്ടുപോകണം? 4 ബണ്ടിൽസ്. 4 ബണ്ടിൽസ് 2ൽ 200, 1ൽ 100, 6ൽ 100. അപ്പോൾ 4ൽ എത്രയായിരിക്കും? 400. 400. ഓക്കെ, ഇനി അടുത്തത് എന്താ? 200 mangoes were stored for the contest. അപ്പോൾ എന്താണ്? 2000 മാംഗോസ്, 200 അല്ല, 2000 ആണ്. 2000 മാംഗോസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. They are kept in 4 sacks each containing the same amount of mangoes. അപ്പോൾ എന്താണ്? ഈ 2000 എന്ന് പറയുന്നത് 2000 എന്ന് പറയുന്ന മാംഗോസ് 4 എണ്ണത്തിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിലും കൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിലെല്ലാത്തിലും സെയിം എമൗണ്ട് മാംഗോയാണ്. അവ ഇതിലും കൂടി എത്ര മാംഗോസ് ആണ്? അപ്പോൾ എത്രയായിരിക്കും? 500,
500 500 മാംഗോസ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് 2000 അതായത് 2000 കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. എത്രയാണ്? 500 500 500 500. അപ്പോൾ 0 0 5ഉം 5ഉം 10 10ഉം 5ഉം 15 15ഉം 5ഉം 20. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഈ 2000 എന്ന് കിട്ടി. അപ്പോൾ ഓരോ സാക്കിലും എത്രയാണ്? 500 മാംഗോസ് വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്താ? വാട്ടർ ഡ്രിങ്കിങ് കോൺടെസ്റ്റ്. അപ്പോൾ എന്താ? വാട്ടർ ഡ്രിങ്കിങ് കോൺടെസ്റ്റ് ആണ്. ദോസ് ഹു ഹാവ് ഗിവൻ ദയർ നെയിം ഫോർ ദ വാട്ടർ ഡ്രിങ്കിങ് കോമ്പറ്റീഷൻ പ്ലീസ് റിപ്പോർട്ട് അറ്റ് വൺസ്. അപ്പോൾ എന്താണ്? ആരെങ്കിലും ഈ വാട്ടർ കോമ്പറ്റീഷന് പേര് നൽകിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ എന്താ? There are barrels containing 30 liters, 20 liters and 10 liters of water. The one who drinks the most is a winner. അപ്പോൾ എന്താണ്? ഓരോ ബാരൽസ് ഉണ്ട്. 10 ലിറ്ററിൻ്റെ, 20 ലിറ്ററിൻ്റെ, 50 ലിറ്ററിൻ്റെ, അതുപോലത്തെ ഓരോ ബാരൽസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം ആര് കുടിച്ചോ അവരായിരിക്കും വിജയി. ഓക്കെ, അപ്പോൾ ഇനി എന്താ? See how much each has drunk. അപ്പോൾ കംപ്ലീറ്റ് ദ ടേബിൾ, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കി നോക്കാം. ജിംബൻ ജിറാഫാണ്. ജിംബൻ ജിറാഫ് 50 ലിറ്ററിൻ്റെ ഒരെണ്ണം കുടിച്ചു, 20 ലിറ്ററിൻ്റെ 3 എണ്ണം കുടിച്ചു, 10 ലിറ്ററിൻ്റെ ഒരെണ്ണം. 50 ലിറ്ററിൻ്റെ നമുക്ക് നോക്കി നോക്കാം. 50 ലിറ്ററിൻ്റെ 1, 20 ലിറ്ററിൻ്റെ 3. അപ്പോൾ 20 + 20 + 20 എത്രയാണ്? 60. പിന്നെ 10 ലിറ്ററിൻ്റെ 1. അപ്പോൾ എത്രയായി? 6 7 8 9 10 11 12. അപ്പോൾ എത്രയാണ് ടോട്ടൽ കുടിച്ചത്? 120 ലിറ്റർ. ഓക്കെ, ഇനി കൊമ്പൻ എലിഫൻറ്റോ? കൊമ്പൻ എലിഫൻറ്റ് 50 ലിറ്ററിൻ്റെ 3 എണ്ണം. അപ്പോൾ 50 + 50 + 50 എത്രയാണ്? 150. ഇവിടെ എഴുതാം 150. കൊമ്പൻ എലിഫൻറ്റ് 150 പിന്നെ 20 ലിറ്ററിൻ്റെ 4 എണ്ണം, അതായത് 20 + 20 + 20 + 20 20 + 20 40 40 + 20 60 60 + 20 80. അപ്പോൾ 80. പിന്നെ 10 ലിറ്ററിൻ്റെ 2 എണ്ണം. അപ്പോൾ 10 + 10 20. ഇനി എത്ര? 8 9 10 15 ബാക്കി 1 250. ഓ ഗോഡ്, 250 ലിറ്റർ വെള്ളം നമ്മുടെ കൊമ്പനാന. പേജ് മാറിപ്പോയതാണ്. ഓക്കെ, 250 ലിറ്റർ വെള്ളം നമ്മുടെ കൊമ്പനാന കുടിച്ചു. ഇനി അടുത്തത് ആരാ? ജിൻഡു ബിയർ ആണ്. ജിൻഡു ബിയർ എത്ര കുടിച്ചു? ജിൻഡു ബിയർ 20 ലിറ്ററിൻ്റെ 2 എണ്ണം. അപ്പോൾ എന്താ? 20 + 20 40 10 ലിറ്ററിൻ്റെ 2 എണ്ണം +20. അപ്പോൾ എത്രയാണ്? 60. അപ്പോൾ ജിൻഡു ബിയർ 60 കുടിച്ചു, 60 ലിറ്റർ വെള്ളം കുടിച്ചു. ഇനി കുട്ടൻ ക്യാമലോ? കുട്ടൻ ക്യാമൽ 20 ലിറ്ററിൻ്റെ 5 എണ്ണം. അപ്പോൾ 20 + 20 5 വട്ടം ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1 2 3 4 5. എത്രയാണ്? 2 4 6 8 10 100. പിന്നെ എന്താ? 10 ലിറ്ററിൻ്റെ 10 എണ്ണം. 10 ലിറ്ററിൻ്റെ 10 എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ്? 200. ഇതിപ്പോൾ 20 ലിറ്ററിൻ്റെ 3 എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? 20 3 പ്രാവശ്യം ചെയ്യുക കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി എന്താണ്? ഇനി മല്ലൻ ടൈഗറാണ്. മല്ലൻ ടൈഗറിൻ്റെ 80 ലിറ്റർ വെള്ളം മല്ലൻ ടൈഗർ കുടിച്ചു. അപ്പോൾ ബാക്കി കണക്കൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 80 ലിറ്ററിന് നമുക്ക് എന്താക്കാം? ഒരു 50 ലിറ്റർ. ഇപ്പോൾ ഒരു 50 ഒരു 20 ലിറ്റർ. അപ്പോൾ 50 60 70 then ഒരു 10 ലിറ്റർ. അപ്പോൾ എത്രയാണ്? 50 20 10. അപ്പോൾ എന്തായി? 5 6 7 8 80 ലിറ്ററായി. ഓക്കെ, ഇനി അടുത്തത് ചില്ലു ബൈസൺ ആണ്. അപ്പോൾ അതെന്താ? അത് നമുക്കൊരു 50 ലിറ്റർ കൊടുക്കാം. ഇപ്പോൾ 50. ഇവിടെ നോക്കാം,
50 ദെൻ 20 ലിറ്ററിന് 2 എണ്ണം കൊടുക്കുക. അപ്പോൾ 40 വെയിറ്റ്. ഓക്കെ, അപ്പോൾ 40 പിന്നെ 10 ലിറ്ററിൻ്റെ ഒരെണ്ണം കൊടുക്കുക. അപ്പോൾ 0, 5, 6, 7, 8, 9, 10. അപ്പോൾ എത്രയായി? 100. ഓക്കെ, അപ്പോൾ ചില്ലു ബൈസൺ എന്താണ്? 50 ലിറ്ററിൻ്റെ ഒരെണ്ണം, 20 ലിറ്ററിൻ്റെ 2 എണ്ണം, ദെൻ എന്താണ്? 10 ലിറ്ററിൻ്റെ ഒരെണ്ണം. അപ്പോൾ നമുക്ക് 100 കിട്ടും. തിങ്ക് ഓഫ് 250 ഹൂ വോൺ. അതിൻ്റെ മേലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൂ വോൺ? ആരാണ് ജയിച്ചത്? ആരാ ഇവിടെ ജയിച്ചത്? ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളം അകത്താക്കിയ ആളാണ് ആരാണ്? കൊമ്പൻ എലഫൻ്റ്. അപ്പോൾ ഹൂ ഈസ് ദ വിന്നർ? അപ്പോൾ നമ്മളിവിടെ എഴുതണം കൊമ്പൻ എലഫൻ്റ് ആണ് നമ്മുടെ വിജയി. Think of 250-liter barrels of water. How many 20-liter barrels contain the same amount of water? എന്താണ്? 2 50 ലിറ്റർ വെള്ളം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടുന്ന് എഴുതി നോക്കാം. സ്ഥലമുണ്ടോ വേറെ എവിടെയെങ്കിലും? ഇല്ല. 2 തിങ്ക് ഓഫ് 50 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, ബാരൽസ് ഓഫ് വാട്ടർ, 250 ലിറ്റേഴ്സ്. അപ്പോൾ 50 + 50 എത്രയാണ്? 100. ഓക്കെ, അങ്ങനെ എത്ര 20 ലിറ്റർ ബാരൽസ് ചേർന്നാലാണ് നമ്മുടെ ഈ 100 ആവുക? അതായത് 20 + 20 + 20. ഇപ്പം എത്രയായി? ഇപ്പോൾ 6 60 പിന്നെ ഒരു 20, 2 20 വേണമല്ലേ? അപ്പോൾ എത്രയായി? അപ്പോൾ 100 അല്ലേ? അപ്പോൾ എത്ര 20 ചേർന്നപ്പോൾ? 1, 2, 3, 4, 5. അപ്പോൾ എത്രയാണ്? എത്ര 20 ലിറ്റേഴ്സ് വേണം 100 ആവണമെങ്കിൽ? 5 എണ്ണം വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്രയെന്ന് എഴുതി കൊടുക്കണം? 5. ഓക്കെ, ഇവിടെ നമ്മൾ എത്രയെന്ന് എഴുതി കൊടുക്കണം? ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള 5. നേരത്തെ ഇവിടെ മായ്ച്ച് കളയാനാണ് കുറച്ച് സമയം എടുത്തത്. അടുത്ത കണക്ക് നമുക്ക് ഇവിടെ ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ടാണ്. ഹൗ മെനി 10 ലിറ്റർ ബാരൽസ്? അങ്ങനെയാണെങ്കിൽ 10 ലിറ്റർ ബാരൽസ് എത്രയായിരിക്കും? 20 ലിറ്റർ 5 എണ്ണമാണ്. അപ്പോൾ നമുക്ക് എന്താ ഒരു 10 എണ്ണം വെച്ച് നോക്കാം. 10 + 10 + 10 + 10 + 10 + 10 + 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 10 എണ്ണത്തിൻ്റെ എത്ര വേണം 100 ലിറ്റർ ആവണമെങ്കിൽ? 10 എണ്ണം വേണം. ഓക്കെ, ഇനി എന്താ? ഡോണ്ട് യു നോ ദാറ്റ് ഹൂ വോണ്ട് ഹാവ് ഇനഫ് വാട്ടർ ഡ്യൂറിങ് സമ്മർ? പ്ലീസ് ഡോണ്ട് വേസ്റ്റ് വാട്ടർ. റൈറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഈച്ച് ഹാസ് ഡ്രങ്ക് ഇൻ ദ അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഓരോരുത്തരും കുടിച്ച വെള്ളം എന്തനുസരിച്ച് എഴുതണം? അസെൻഡിങ് ഓർഡർ അനുസരിച്ച് എഴുതണം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതീന്ന് വലുതീക്ക്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതീന്ന് വലുതീക്ക്. ചെറിയതീന്ന് തുടങ്ങിയിട്ട് നമ്മൾ വലുതീക്ക് പോകും. ഇവിടുന്ന് മേലേക്കാണ്, വലുതീക്കാണ്. അപ്പോൾ അസെൻഡിങ്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 60. പിന്നെ ചെറുത് ഏതാ? നോക്കിക്കോ കൂട്ടുകാർ. പിന്നെ 60 കഴിഞ്ഞാൽ 80. 80 കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ചെറുത് ഏതാണ്? 100, 100. ദെൻ 100 കഴിഞ്ഞാലോ 120. 120 കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? പിന്നെ 200. ദെൻ 200 കഴിഞ്ഞാൽ 250 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അസെൻഡിങ് ഓർഡർ. അതായത് ചെറുതീന്ന് നമ്മൾ വലുതീക്ക് പോകും. അതാണ് അസെൻഡിങ് ഓർഡർ. ഇനി ഇത് നേരെ മറിച്ച് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാലോ നമ്മൾ ഏറ്റവും വലുതീന്ന് അടിക്ക് പോകും. അതായത് 250, 200 അങ്ങനെ എഴുതും. ഇതിപ്പോൾ അസെൻഡിങ് ആണ്, അതുകൊണ്ട് നമ്മൾ ചെറുതീന്ന് വലുതീക്ക് എഴുതി. ഓക്കെ,
ഇനി എന്താ ഗിഫ്റ്റ് കൂപ്പൺസ്. അപ്പോൾ ഇനി എന്താ ഗിഫ്റ്റ് കൂപ്പൺസ് ആണ്. കങ്കാരു സ്പോർട്സ് ഗേവ് എ ഗിഫ്റ്റ് കൂപ്പൺ ബോത്ത് 900 rupees ടു ഈച്ച് ഓഫ് ദ കോണ്ടസ്റ്റൻസ് ഇൻ ദ ഫസ്റ്റ് 3 പൊസിഷൻ. അപ്പോൾ ഫസ്റ്റ് 3 പൊസിഷൻ കിട്ടിയ ആൾക്കാർക്ക് എന്താ കങ്കാരു സ്പോർട്സുകാർ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഗിഫ്റ്റ് കൂപ്പൺ കൊടുക്കുന്നുണ്ട്. ഈച്ച് could choose 3 items. Which items would they have chosen? അപ്പോൾ നമ്മുടെ രൂപ 900 രൂപക്ക് ഉള്ള ഗിഫ്റ്റ് നമുക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ളത് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ്. അപ്പോൾ ഐറ്റംസും കൊടുത്തിട്ടുണ്ട്, പ്രൈസും കൊടുത്തിട്ടുണ്ട്. ഐറ്റംസും പ്രൈസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമായിട്ടുള്ള സാധനങ്ങൾ ഓരോരുത്തർ 900 രൂപക്ക് മേടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ആരൊക്കെ എന്തൊക്കെ മേടിച്ചിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ആദ്യത്തേത് നമ്മുടെ ടൈഗർ ആണല്ലേ. അപ്പോൾ ടൈഗർ ചൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ. അപ്പോൾ ആദ്യത്തെ ആൾ എന്തൊക്കെ മേടിച്ചിട്ടുണ്ടാവും, ഒരു ഷൂസ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഷൂസിന് എത്ര രൂപയാണെന്ന് നോക്കൂ. ഷൂസിന് 600 rupees ആണ്. അപ്പോൾ പ്രൈസ് നമ്മളിവിടെ എഴുതുക. ജസ്റ്റ് എ മിനിറ്റ്. പ്രൈസ് എത്ര? 600 നമ്മൾ എഴുതി. ഇനി ജേഴ്സിക്ക് എത്രയാണ് പ്രൈസ്? ജേഴ്സി നമ്മളെടുത്താൽ 600 ആയി. ജേഴ്സിക്ക് 200 രൂപയാണ്. ദെൻ ചെസ് ബോർഡിന് എത്ര? ചെസ് ബോർഡ് എവിടെ? ചെസ് ബോർഡിന് 100 rupees ആണ്. ഇനി നമ്മളിത് ആഡ് ചെയ്ത് നോക്കുക. 600 + 200 + 100 0 0 6 7 8 9 900 ആയി. അപ്പോൾ നമ്മുടെ ഈ ആളുടെ കഴിഞ്ഞു. ഇനി അടുത്ത ആളുടെ നമുക്ക് നോക്കാം. അടുത്ത ആളെന്താ, ഒരു ക്രിക്കറ്റ് ബാറ്റ് എടുത്തു. ഒരു ക്രിക്കറ്റ് ബാറ്റിന് എത്ര? What is the cricket bat? Yes, 750 rupees ആണ്. ക്രിക്കറ്റ് ബാറ്റിന് 750. അപ്പോൾ 750 രൂപയായി ഇപ്പം തന്നെ. ഇനി എന്തൊക്കെ എടുക്കാൻ നമുക്ക് പറ്റും? ഇനി നമുക്കൊരു ചെസ് ബോർഡ് എടുത്താലോ. ചെസ് ബോർഡ് എവിടെ? ഇനി നമുക്കൊരു ചെസ് ബോർഡ് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ചെസ് ബോർഡ് നമ്മൾ 100 രൂപയാണ്. എന്തൊക്കെ പണികളാണ്. 100 രൂപയാണ്. അപ്പോൾ 100. ഓക്കെ, അപ്പോൾ 100 നമ്മളെടുത്തു. പിന്നെ നമുക്ക് എന്ത് മേടിക്കാൻ പറ്റും? പിന്നെ നമുക്കൊരു ക്രിക്കറ്റ് ബോൾ മേടിക്കാം. ക്രിക്കറ്റ് ബോളിന് എത്രയാണ്? ക്രിക്കറ്റ് ബോളിന് 50 rupees ആണ്. അപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് ബോളും എടുത്തു. ഇപ്പോൾ എത്ര രൂപയായി? 0 5 5 10 ബാക്കി 1 7 8 9 900 ആയി. അപ്പോൾ ഇയാളുടെയും കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് അടുത്ത ആളുടെ നോക്കാം. അപ്പോൾ എന്താണ്? അപ്പോൾ നമുക്കൊരു ബാഡ്മിൻ്റൺ ബാറ്റ് എടുക്കാം. ബാഡ്മിൻ്റൺ ബാറ്റ് 300 രൂപയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാം. ബാഡ്മിൻ്റൺ ബാറ്റ് 300. പിന്നെ നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും? പിന്നെ നമുക്കൊരു നെറ്റ് എടുക്കാം 400 രൂപ. പിന്നെ നമുക്ക് എന്തെടുക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടി നോക്കണം, പൈസ കൂടിയോ നോക്കണം. 300 + 400 ഇപ്പോൾ എത്രയായി? 4 5 6 7 700 രൂപയായിക്കണേ. ഇനി നമുക്ക് എത്ര രൂപയുടെ സാധനം മേടിക്കാം? 200 രൂപയുടെ സാധനം മേടിക്കാം. അപ്പോൾ 200 രൂപയ്ക്ക് ഇനി എന്താ ഉള്ളത്? 200 രൂപയ്ക്ക് ഇനി ജേഴ്സി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജേഴ്സി എന്ന് എഴുതി കൊടുക്കാം. ജേഴ്സിക്ക് 200. അപ്പോൾ 700ൻ്റെ കൂടെ 200 കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 900. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി എന്താ? ചിൽഡ്രൻ കോൺടെസ്റ്റ്സ് ആണ്. അപ്പോൾ എന്താണ്? മിട്ടു റാബിറ്റ് ഈസ് പ്രിപ്പയറിങ് ചെസ് നമ്പേഴ്സ് ഫോർ ദ ചിൽഡ്രൻ കോൺടെസ്റ്റ്. അപ്പോൾ എന്താണ്? ചിൽഡ്രൻ കോൺടെസ്റ്റിന് വേണ്ടിയിട്ട് മിട്ടു റാബിറ്റ് ചെസ് നമ്പർ ഉണ്ടാക്കുകയാണ്. ചെസ് നമ്പേഴ്സ് ഫ്രം 10 to 20 are made for the 100-meter race. How many chess cards are there? അപ്പോൾ എന്താണ്? 10 മുതൽ 20 വരെയുള്ള ചെസ് നമ്പേഴ്സാണ് മീറ്റർ റേസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. 100 മീറ്റർ റേസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരിക്കും? അപ്പോൾ നമുക്ക്
10 to 20 ആണ്. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പോൾ എത്ര എണ്ണമായി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. അപ്പോൾ എത്രയാണ് നമ്പർ? ഹൗ മെനി കാർഡ്സ് ആർ ദർ? എത്ര കാർഡ്സ് ഉണ്ടാവും? 11 കാർഡ്സ് ഉണ്ടാവും. ഇനി എന്താ? നമ്പേഴ്സ് ഫ്രം 30 to 50 ആർ മെയ്ഡ് ഫോർ ദ സ്വിമ്മിങ് കോൺടെസ്റ്റ്. അപ്പോൾ എന്താണ്? നമ്പേഴ്സ് ഫ്രം 30 to 15 ആണ്. അപ്പോൾ 30 to 40 then 15. അപ്പോൾ ഇവിടെ ഒരു 11 ഉണ്ടായിരിക്കും, ഇവിടെയും ഒരു 11 ഉണ്ടായിരിക്കും. അപ്പോൾ എത്രയാണ്? 1 1 2. അപ്പോൾ എന്താണ്? 30 മുതൽ 50 വരെയാണ്. അപ്പോൾ നമുക്ക് ചെറിയ നമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ നമുക്ക് 30 മുതൽ 50 വരെ എഴുതിയിട്ട് തന്നെ നോക്കി നോക്കാം. എത്രയാണ്? 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ഇനി നമുക്ക് ഈ നമ്പേഴ്സ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21. എത്രയാണ്? 21 കാർഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി നമ്പേഴ്സ് ഫ്രം 60 to 100 are for gooseberry gathering. How many cards are needed for this event? അപ്പോൾ ഇതിന് 11 വന്നു, അടുത്തതിൽ 21, ഇനി 31 വരും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 41 കാർഡ്സ് ഉണ്ടായിരിക്കും. 41. How I found the answer? അപ്പോൾ എന്താണ്? നമ്മൾ ഇതിൽ നിന്നാണ് നമ്മുടെ ആൻസർ കണ്ടുപിടിച്ചത് 41. ഇനി എന്താ? ഹൗ മെനി 2-digit നമ്പേഴ്സ് ആർ ദർ ഇൻ ഓൾ? ടോട്ടൽ എത്ര 2-digit നമ്പേഴ്സ് ഉണ്ട്? അപ്പോൾ 1 മുതൽ നമുക്ക് ഇവിടെ നോക്കാം അല്ലേ. 1 മുതൽ 2-digit നമ്പറാണ്. അപ്പോൾ 11 മുതൽ എത്രയാണ്? 99 വരെയാണ് എന്തുള്ളത്? 2-digit നമ്പേഴ്സ് ഉള്ളത്. 11 അല്ല, സോറി, 10 മുതൽ 10 ഒരു 2-digit നമ്പറാണ്. 10 മുതൽ 99 വരെ എത്ര 2-digit നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 90 2-digit നമ്പേഴ്സ് ഉണ്ടായിരിക്കും. കൂട്ടുകാർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി നോക്കുക, ചെയ്ത് നോക്കുക. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 100 and 200? 100-ൻ്റെയും 200-ൻ്റെയും ഇടയിൽ എത്രയാണ്? 101 നമ്പേഴ്സ് ഉണ്ട്. ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ ദർ ഇൻ ഓൾ? ടോട്ടൽ എത്ര 3-digit നമ്പേഴ്സ് ഉണ്ട്? എത്രയുണ്ട്? 900, 9, 100 3-digit നമ്പേഴ്സ് ഉണ്ട്. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 1 and 100? 15 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ഹൗ മെനി ഈവൻ നമ്പേഴ്സ്? എത്ര ഈവൻ നമ്പേഴ്സും 15 ആണ്. ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും 15 ആണ്. രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് 100 ആവുള്ളൂ. അപ്പോൾ 1-ൻ്റെയും 100-ൻ്റെയും ഇടയിൽ എത്രയാണ്? 15 ഓഡ് നമ്പേഴ്സും 15 ഈവൻ നമ്പേഴ്സും ഉണ്ട്. ഇനി എന്താ? കാർഡ് ഗെയിംസ്. അപ്പോൾ എന്താണ്? കാർഡ് ഗെയിംസ് ആണ്. മീ ടു ഫോർ ദ നമ്പർ കാർഡ് ഗെയിം. അപ്പോൾ എന്താണ്? ഒരു മാന് പറയാണ് ഞാനും ഉണ്ട് നമ്പർ ഗെയിമിൽ എന്ന് പറയാണ്. ഈച്ച് പ്ലെയർ ഈസ് ഗിവൻ 4 കാർഡ്സ്. അപ്പോൾ ഓരോ പ്ലെയേഴ്സിനും എന്താണ്? 4 കാർഡ് കൊടുത്തിട്ടുണ്ട്. ദ വിന്നർ ഈസ് ദ വൺ ഹൂ മേക്സ് ദ മോസ്റ്റ് 3-digit നമ്പേഴ്സ് വിതൗട്ട് എനി റിപ്പീറ്റേഷൻ. അപ്പോൾ ഒരു റിപ്പീറ്റേഷനും ഇല്ലാണ്ട് ഏറ്റവും വലിയ അല്ലേ, വിന്നർ ഈസ് ദ ഹൂ മേക്സ് ദ മോസ്റ്റ് 3-digit നമ്പേഴ്സ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വലുതല്ല, ഏറ്റവും കൂടുതൽ 3-digit നമ്പേഴ്സ് ആരുണ്ടാക്കുന്നുവോ അവരാണ് ഗെയിമിലെ വിന്നർ. റിപ്പീറ്റേഷൻ പാടില്ല. ലുക്ക് ദ കാർഡ് മാനിയൻ ആൻഡ് ഗോഡ്. അപ്പോൾ എന്താ? മാനിയൻ ആൻഡിന്, അതായത് മണിയൻ ഇല്ലേ, മണിയൻ ഉറുമ്പ്, അതിന് കിട്ടിയിട്ടുള്ള കാർഡിലെ നമ്പേഴ്സാണ് 9, 3, 2, 5. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? നമുക്കറിയാവുന്നത്ര 3-digit നമ്പേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് എന്താ?
റിപ്പീറ്റേഷൻ ഇല്ലാണ്ട് 3 ഡിജിറ്റാണ്. 2 3 5. ഇനി നമുക്ക് 2 3 9 2 5 3 അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ റിപ്പീറ്റേഷൻ വരാണ്ട് ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ എഴുതി നോക്കാം. 325 എഴുതാം, 329 എഴുതാം, 352 എഴുതാം, 359 അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കൂട്ടുകാർ ഇരുന്ന് ചെയ്യാം. ദ ലാർജസ്റ്റ് നമ്പർ മെയ്ഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ലാർജസ്റ്റ് നമ്പർ ഏതായിരിക്കും? ഇതിൽ വലിയ സംഖ്യകൾ നോക്കുക. അപ്പോൾ ലാർജസ്റ്റ് ഏതാ? ഏറ്റവും വലുത് ആദ്യം ഇടുക, പിന്നെ വലുത് പിന്നെ ഇടുക, പിന്നെ അപ്പോൾ എന്തായിരിക്കും? ഇതായിരിക്കും ലാർജസ്റ്റ് നമ്പർ. ഇനി നമുക്ക് എന്താ, ഇനി സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും? അപ്പോൾ നമ്മൾ ചെറുത് നോക്കാം. ഇതാണ് ഏറ്റവും ചെറുത്. അപ്പോൾ നമ്മളത് ആദ്യം എഴുതി. പിന്നെ പിന്നെ നമുക്ക് ചെറുത് ഏതതിൽ? പിന്നെ 3 അപ്പോൾ നമ്മൾ 3 എഴുതി. പിന്നെ നമുക്ക് 5 എഴുതാം. അപ്പോൾ ഇതാണ് സ്മോളസ്റ്റ് നമ്പർ. ഓക്കെ, ഡ്രോ ബീഡ്സ് ഇൻ ദ അബാക്കസ് ടു ഷോ ദ സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ ഈ സ്മോളസ്റ്റ് നമ്പർ കാണിക്കുന്ന അബാക്കസിൽ ബീഡ്സ് വരയ്ക്കുക. അപ്പോൾ എന്താണ്? 100 പ്ലേസിൽ 2, 10s പ്ലേസിലോ 10s പ്ലേസിൽ 3, 1s പ്ലേസിൽ 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 2 3 5 നമ്മൾ അബാക്കസിൽ വരയ്ക്കുക. What is the peculiarities of the sum of two consecutive numbers? 1 plus 2, 2 plus 3. അപ്പോൾ ഇനി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 3 plus 4. Then 4 plus 5, 5 plus 6, 6 plus 7, 7 plus 8. Okay. What is the peculiarities of the sum of two odd numbers? അപ്പോൾ എന്താണ് 2 odd numbersൻ്റെ പ്രത്യേകത? എന്തായിരിക്കും 2 odd numbers? What is the peculiarities of the sum of two odd numbers? ഒരു odd number എടുത്തു, ഒരു odd number എടുത്തു. എന്തായിരിക്കും? 4 ഒരു ഈവൻ നമ്പറാണ്. ഇനി നമ്മൾ വേറൊരു odd number എടുക്കാം. 5 7 7 കഴിഞ്ഞാൽ 8 9 10 11 12. 12 എന്താണ്? ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് പ്രത്യേകത? പെക്യുലിയാരിറ്റി, അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. വാട്ട് അബൌട്ട് ദി സം ഓഫ് 2 ഈവൻ നമ്പേഴ്സ്? അതായത് 2 plus 4 എന്തായിരിക്കും? 6 ആയിരിക്കും. ഇനി വേറെ 6 plus 2 എന്തായിരിക്കും? 8 ആയിരിക്കും. അതും എന്താണ്? അതും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഹൗ മച്ച് ഡസ് 6 60 and 600 make? എന്താണ്? ഹൗ മച്ച് ഡസ് എന്താണ്? 666. 800s added together is equal to how many tens added together? 800s added together is equal to how many tens? 80 tens ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി എന്താ, ഇവാലുവേഷൻ ആക്ടിവിറ്റീസിൽ കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. ദ നമ്പർ ഫോംഡ് ബൈ 700, 6 tens and 5 ones was written as 675. What is the correct number? How many tens should be added to 675 to get the correct number? അപ്പോൾ എന്താണ്? the number formed by 700ഉം 700ഉം 6 tensഉം 5 onesഉം ആണ്. അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് തെറ്റാണ്. അപ്പോൾ ശരിക്കുള്ള നമ്പർ എത്രയാണെന്നാണ് എഴുതേണ്ടത്. എത്രയാണ്? 7 6 5 ആണ്. 765 ആണ് കറക്റ്റ് ആയിട്ടുള്ള നമ്പർ. ഇഫ് 1 bead in the place of 100 is shifted to the place of 10, how much would the number decrease? The present number എത്രയാണ്? present number 1 2 3 4 ആണ്. 4 2 3 ആണ്. ആഫ്റ്റർ ഷിഫ്റ്റിംഗ് എങ്ങനെയാണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണത്? 1 bead എന്തായിരിക്കണം? 1 bead 100 പ്ലേസിൽ നിന്ന് 1 bead ഈസ് പ്ലേസ് ഓഫ് 100 ഈസ് ഷിഫ്റ്റ് ഇൻ ടു ദ പ്ലേസ് ഓഫ് 100. അപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടും, ഇത് ഉണ്ടാവില്ല. അപ്പോൾ എത്രയായിരിക്കും നമ്പർ? 1 2 3
333 ആയിരിക്കും ആ നമ്പർ. ഓക്കെ, ഇഫ് എ ബീഡ് ഫ്രം ഹൺഡ്രഡ്സ് പ്ലേസ് ഈസ് ഷിഫ്റ്റഡ് ടു വൺസ് പ്ലേസ് ആൻഡ് ഹൗ മച്ച് വുഡ് ബി ദ നമ്പർ. അപ്പോൾ എന്താണ്, ഇവിടെ 4 ആണ്, ഇവിടെ എന്താണ് 1 2 2 ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബീഡ് ഇവിടെ നിന്ന് വൺസ് പ്ലേസിലേക്ക് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എത്രയാണ് 1 2 3 4. അപ്പോൾ 4 ആയി, 424 ആയിരിക്കും ഇപ്പോഴത്തെ നമ്പർ. ഇനി എന്താ, യൂസിങ് ഓൺലി ദ നമ്പർ ഓഫ് ബീറ്റ്സ് നൗ ഇൻ ദ അബാക്കസ് ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എത്രയായിരിക്കും? 4 3 2 ആയിരിക്കും ലാർജസ്റ്റ്. ദെൻ സ്മോളസ്റ്റ് ഏതായിരിക്കും? 2 3 4. അപ്പോൾ വലുത് ആദ്യം എഴുതുക, പിന്നെ അടുത്ത വലുത്, പിന്നെ അടുത്ത വലുത് എഴുതിയാൽ നമുക്ക് ലാർജസ്റ്റ് കിട്ടും. ദെൻ എന്താ, സ്മോളസ്റ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ചെറുത് എഴുതണം, പിന്നെ അതിനേക്കാളും കുറച്ച് വലുത്, പിന്നെ അതിനേക്കാളും കുറച്ച്, അങ്ങനെ എഴുതിയാൽ നമുക്ക് ഏറ്റവും സ്മോളസ്റ്റും കിട്ടും. കംപ്ലീറ്റ് ദ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ് 596 597 598 596 597 598 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 599, പിന്നെ ഏതാണ് 600. ഓക്കെ, ഇനി എന്താ 102 112 122. ഇവിടെ 0. ബാക്കി എല്ലാവരും സെയിം ആണ്, 1ഉം 2ഉം സെയിം ആണ്. ഇവിടെ 0 ആയിരുന്നു, 1 ആയി 2 ആയി. അപ്പം ഇനി എത്രയായിരിക്കും? 132 ദെൻ 142. ഓക്കെ, അങ്ങനെ പോവും. ഇനി എന്താണ് 1 2 3, പിന്നെ എന്താ 2 3 4 3 4 5. എന്താണ്, ആദ്യം ഇവിടെ 1 എഴുതും, പിന്നെ ഇവിടെ 2 ആയി, പിന്നെ ഇവിടെ 3 ആയി. അപ്പോൾ അടുത്തതിൽ 4 ആവും, അടുത്തതിൽ എന്താവും 5 ആവും. ഇനി എന്താ, പിന്നെ 2, അപ്പോൾ പിന്നെ 2 ആയി, പിന്നെ 3 ആയി, പിന്നെ 4 ആയി. അപ്പോൾ ഇവിടെ 5 ആവും. പിന്നെ 5 കഴിഞ്ഞപ്പോൾ പിന്നെ 3 ആയി, 4 ആയി, 5 ആയി. ദെൻ അടുത്തത് 6 ആവും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 5 ആണ്, 5 കഴിഞ്ഞാൽ ഇവിടെ 6 വരും, ദെൻ 7 വരും. ഓക്കെ, ഇനി അടുത്തതോ 986 886 786. 9, പിന്നെ 1 കുറഞ്ഞ് 7 ആയി, 7 1 8 ആയി, 8 1 കുറഞ്ഞ് 7 ആയി. അപ്പോൾ 1 കുറഞ്ഞ് 6 ആക്കാം. ഇനി 8ഉം 6ഉം സെയിം ആണ്, അപ്പോൾ 8ഉം 6ഉം അതുപോലെ എഴുതി 5 8 6. ഓക്കെ, ഇനി എന്താ 900 890 880. അപ്പോൾ അവിടെ എങ്ങനെയാണ് പാറ്റേൺ വരിക? അപ്പോൾ അവിടെ ഇനി അടുത്ത പാറ്റേൺ 870, ദെൻ അത് കഴിഞ്ഞാൽ 860 എന്ന് വരുമോ. ഇനി ഒരു പാറ്റേൺ നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ എഴുതാം. നമുക്കിപ്പോൾ 100 200 300 400 500 അങ്ങനെ പോകുന്ന ഒരു പാറ്റേൺ നമുക്ക് എഴുതാം. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. അപ്പോൾ അടുത്തത് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ആണ്. 786 ആണ് നമ്മുടെ ഇത്. ഈ സംഖ്യനെ നമുക്ക് 10s 1s 100s ഒക്കെ ആക്കിയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 700 8 10s 9 1s എന്ന് എഴുതാം. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 700 89 1s. 700 പറഞ്ഞാൽ 70, ദെൻ 89 1s പറഞ്ഞാൽ 89. അപ്പോൾ നമുക്ക് 789 കിട്ടി. ഇനി ഇത് 700 8 10s പറഞ്ഞാൽ 80, 9 1s എന്ന് പറഞ്ഞാൽ 9. അപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 789. ഓക്കെ, അപ്പോൾ ഈ വിധത്തിലൊക്കെ നമുക്ക് എന്താണ് 789 നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.